ഞാറ്റുവേല കൃഷിയുടെയും പ്രസക്തിയും പ്രാധാന്യവും സംബന്ധിച്ചെല്ലാം നമ്മുടെ കൃഷി ഓഫീസർ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കൊട്ടാരക്കര നഗരത്തെ സംബന്ധിച്ച് കാർഷിക വൃത്തിക്ക് വലിയ പ്രാധാന്യമില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആളുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും ഭംഗിയായി, മനോഹരമായി കൃഷി ചെയ്യുന്ന ഒട്ടേറെ ചെറുതും വലുതുമായ കർഷകർ നമ്മുടെ കൊട്ടാരക്കരയിലുണ്ട്. അവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ കാർഷിക വൃത്തിയെ സഹായിക്കുന്നതിനും കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിനും എല്ലാം തന്നെ കാലാകാലങ്ങളിൽ നഗരസഭയും കൃഷിയും ഇടപെടാറുണ്ട്. അവർക്കാവശ്യമായ വിത്തും വളവും മറ്റ് കാർഷിക ഉപാധികളും എത്തിക്കുന്ന കാര്യത്തിൽ കേരള സർക്കാരും കൊട്ടാരക്കര നഗരസഭയും ഒട്ടേറെ പദ്ധതി നടപ്പിലാക്കാറുണ്ട്. ഞാൻ പല യോഗങ്ങളിലും സൂചിപ്പിക്കാറുള്ളത് പോലെ എനിക്ക് പ്രധാനമായും പറയാനുള്ള പ്രശ്നം ഈ കൃഷിക്കാർ മണ്ണിൽ തൊടുന്നില്ല. ഇതൊരു കർഷക സഭയാണല്ലോ. കർഷക സഭ ചേരുമ്പോൾ യഥാർത്ഥ കൃഷിക്കാർ മണ്ണിലാണ് ഇരിക്കേണ്ടത്. നമ്മുടെ കൃഷിഭവൻ്റെ പ്രവർത്തനം ഇപ്പോഴും കോൺക്രീറ്റ് സൗധങ്ങളിലാണ്. ഞങ്ങളിപ്പോൾ അടുത്ത സമയത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തി ക്ഷീരകർഷകരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതിനാവശ്യം മറ്റും നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം, അതായത് മൃഗാശുപത്രിയുടെ പ്രവർത്തനം ഏറെ നാളുകളായി ഈ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ വാടക ബിൽഡിങ്ങിൽ അവിടെ മൃഗങ്ങൾക്കും സ്ഥലമില്ല, മനുഷ്യനും സ്ഥലമില്ല. അങ്ങനെ പരിമിതികൾ ഒട്ടേറെ ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു വാടകയ്ക്ക് പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊട്ടാരക്കര നഗരസഭ പദ്ധതി ഉൾപ്പെടുത്തി ആ മൃഗാശുപത്രി എല്ലാവർക്കും സൗകര്യപ്രദമായ നിലയിൽ തോട്ടമൊക്കിൽ സാമാന്യം മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ളൊരു ബിൽഡിങ്ങിലേക്ക് മാറ്റുവാൻ വേണ്ടി നഗരസഭ വാടകയ്ക്ക് ബിൽഡിംഗ് എടുത്ത് മാറിയിട്ടുണ്ട്. കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിക്കാരുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനും വേണ്ടി നമുക്ക് ഏറെ കഴിയേണ്ടതുണ്ട്. അതിനുള്ള നടപടി നമുക്ക് ഒരുമിച്ച് സ്വീകരിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഞാറ്റുവേല ചന്തയും കർഷക സഭയും എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരിക ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു നല്ല തുടക്കം എന്ന് പറയുന്ന രീതിയിൽ കൃഷിയുടെ തുടക്കവും അതിൻ്റെ പരിപാലനവും പൂർണ്ണതയും ഒക്കെ വിളിച്ചോതുന്ന ഒരു പ്രക്രിയയാണ് ഞാറ്റുവേല ചന്തയുമായി ബന്ധപ്പെട്ട് ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളും അത് എല്ലാവരെയും മനസ്സിലാക്കിക്കുന്നതിനും എല്ലാ വീടുകളിലേക്കും എല്ലാ ആളുകളിലേക്കും കൊണ്ടെത്തിക്കുന്നതിനുള്ള സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫലപുഷ്ടമായ സമ്പൽ സമൃദ്ധമായ എല്ലാവരും സ്വയം പര്യാപ്തതയിലേക്ക് വരുന്ന ഒരു കാർഷിക രാജ്യം, കാർഷിക മേഖല കെട്ടിപ്പടുക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തോടു കൂടിയാണ് നമ്മുടെ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് കൃഷി മേഖലയിൽ വിവിധങ്ങളായ നൂതനങ്ങളായ ആവിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾക്കെല്ലാം ആവശ്യമായ അതാത് വീടുകൾക്ക് ആവശ്യമായ പച്ചക്കറികൾ ഒരു പരിധിവരെ ലഭ്യമാകുന്ന രീതിയിലുള്ള കൃഷി സമ്പ്രദായ വ്യവസ്ഥകൾ നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സമ്പ്രദായങ്ങൾ എങ്ങനെയൊക്കെ നടപ്പാക്കാമെന്നും ഇതിൻ്റെ ഒത്തൊരുമയും ഇതിൻ്റെ കൂട്ടായ വ്യാപനവും ഇത് തമ്മിൽ കൈമാറുന്ന വസ്തുതകളും ആ കേന്ദ്രങ്ങളായി ഈ ഞാറ്റുവേല ചന്തകൾ മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.